എന്റെ വാക്ക് ധിക്കരിച്ച് പഞ്ചരത്നത്തെ ഓണം ആഘോഷിക്കാൻ പോയി നീ ഇനി ഈ വീട്ടിൽ കയറണ്ട. ഇറങ്ങി ഇവിടുന്ന്. ഇറങ്ങി പോടാ ഇവിടുന്ന്. ഇറങ്ങി ഇവിടുന്ന്. ഇറങ്ങാനാ പറഞ്ഞത്. ഇറങ്ങി പോടാ. ഇറങ്ങി പോവിടുന്ന്. ഇറങ്ങി പോവാൻ. ഇറങ്ങി പോടാ. ഇറങ്ങി പോവാനല്ലേ പറഞ്ഞത്. ഇറങ്ങി പോവാൻ. ഇറങ്ങി പോടാ. തല്ലുണ്ടെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറയടാ. എന്താ എന്നെ അനുസരിക്കാത്ത ആരും ഈ വീട്ടിൽ വേണ്ട. വേണ്ട സത്യ, നിങ്ങൾ ആരും തടയണ്ട. അമ്മ തല്ലിക്കോട്ടെ. എന്നേക്കാൾ കൂടുതലേ ഇവനെയാ ഞാൻ വിശ്വസിച്ചത്. ആ എന്നെ ഇവൻ വഞ്ചിച്ചത്. എന്നേക്കാൾ വലുത് ഇവന്റെ ഭാര്യയും മകനും ആണെങ്കിൽ അവൻ അങ്ങോട്ട് പോട്ടടാ. ഒന്ന് നിർത്താണ്ടി. ഇന്ദിരേട്ടൻ പോയത് സ്വന്തം മകന്റെ അടുത്തേക്കല്ലേ? അതെ. ഈ അമ്മയ്ക്ക് എന്താ വല്ല കലിയും ബാധിച്ചോ? അടി ബാധിച്ചു. എനിക്ക് മാത്രമല്ല, ഈ വീടിന് മുഴുവൻ ബാധിച്ചു. മാറടാ. കുടുംബത്തിന്റെ ഐശ്വര്യം കെടുത്താനായിട്ട് ഓരോന്ന് വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ പലതും ഇവിടെ നടക്കും. അമ്മേ, എന്നോടുള്ള ദേഷ്യം അമ്മ വെറുതെ ആ പാവത്തോട് തീർക്കരുത്. അമ്മ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോ, തല്ലിക്കോ, ഞാൻ നിന്ന് തരാം. പക്ഷേ വെറുതെ ആ പാവത്തിനെ ക്രൂശിക്കരുത്. നിന്നെ ഞാൻ തല്ലൂടാ. നിന്നെ എന്നെ തല്ലിട്ട് എന്നാ നിന്റെ ഭാര്യക്ക് കൂടുതൽ സന്തോഷാകൂടാ. ഇപ്പൊ ഈ പ്രശ്നം വഷളാക്കുന്നത് അമ്മയാ. ഇന്ദിരേട്ടൻ അവിടെ പോയത് ആന്റി ഒന്ന് ക്ഷമിച്ചാ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇല്ലടാ, ഞാനിത് സഹിക്കില്ലടാ. ക്ഷമിക്കാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പ്രതിഭ